എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു 2022 മോഡൽ വോൾസ്വാഗൻ ടിഗ്വാൻ ആണ്. അപ്പം ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ലുക്കാണ്. ആ ലോഗോ ഒന്ന് കവർ ചെയ്ത് പിടിച്ചാൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ ഓടിയാന്നതൊക്കെ തെറ്റിദ്ധരിക്കും. അത്രയും ഒരു പ്രീമിയം ലുക്കാണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു മാസ് ഒരു ബോണറ്റ് കാണാം. ഇവിടെ തൊട്ട് താഴെയായിട്ട് 2 സ്ലോട്ടുള്ള LED പ്രൊജക്ടർ ലാംപ്സ് ഉള്ള ഒരു ഹെഡ് ലാമ്പ് കാണാം. വലിയ ഗ്രിൽസ് കാണാം. ഒരുപാട് ക്രോമിയം ഫിനിഷസ് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രീമിയംനെസ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പൊന്നും കാണാനില്ല. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള കുറേ എലമെൻറ്റ്സ് ഒക്കെ കാണാം. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു 18 ഇഞ്ചിൻ്റെ അലോയ് വീല് കാണാം. ബീഫി ആയിട്ടുള്ളൊരു ടയർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഓഡി ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഓഡിയുടെ Q3 പ്ലാറ്റ്ഫോമാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആയിട്ടൊരു ക്രോമിയം എലമെൻറ്റ്സ് കാണാം. വോൾസ്വാഗണിന് ഉള്ളൊരു ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ ഇവിടെ കാണാം. ഇതൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തത്. ഇവിടെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ക്രോമിയം ഫീല് കൊടുത്തിട്ടുണ്ട്. അതിലും മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു Q3 ബാഡ്ജിങ് മാറ്റി വോൾസ്വാഗൺ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നേ ഓൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടിഗ്വാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മാറി അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ കാണുന്ന ടിഗ്വാൻ. ഓൾ സ്പേസ് പറഞ്ഞാൽ ഒരു 7 സീറ്റർ ആയിരുന്നു. ഇത് 5 സീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു അതൊരു ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഇതിൽ വരുന്നത് ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഷേപ്പ്, അതായത് ബ്രേക്ക് ലൈറ്റിൻ്റെ ഷേപ്പൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിനുള്ള ഒരു ഡിസൈനൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ 4 മോഷൻ എന്ന് പറഞ്ഞിട്ട് ആ 4 വീൽ ഡ്രൈവിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾസ്വാഗൻ്റെ എംബ്ലം കാണാം. ടിഗ്വാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടെയിൽ ഗേറ്റ് പവർ ടെയിൽ ഗേറ്റാണ്. നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ അതങ്ങ് തുറന്നു വരും. ഏകദേശം 615 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ കാറിന് കൊടുത്തിട്ടുള്ളത്. സീറ്റ്സൊക്കെ നമുക്ക് റിക്ലൈൻ ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ കൂടുതൽ സ്പേസ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രീമിയംനെസ് ഉണ്ട് എന്നല്ല, ഈ വണ്ടി ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു കാറാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഏകദേശം 41-42 ലാക്സ് വരുന്നുണ്ട് ഇത് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. വൺ ടച്ച് ട്രങ്ക് ക്ലോസ് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രങ്ക് ക്ലോസ് ആയി. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഓണറായിട്ടുള്ള എൻ്റെ ഏട്ടനെ ഞാൻ സ്വാഗതം ചെയ്യാം. ഏട്ടാ, ഇതാണ് എൻ്റെ ഏട്ടൻ്റെ പേര് ദീക്ഷിത് എന്നാണ്. അപ്പോൾ ഏട്ടനെക്കുറിച്ച് ആദ്യം തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ആ ഏരിയയിലും വോൾസ്വാഗൻ്റെ അംബാസഡർ ആവാൻ പറ്റിയൊരു മനുഷ്യനാണ്. അപ്പോൾ കാരണം വേറൊന്നുമല്ല, ആളാണ് ഇവിടെ നമ്മുടെ വോൾസ്വാഗണിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ഇതിലും നാട്ടിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ. ആദ്യമായിട്ട് കയ്യിൽ ഒരു വോൾസ്വാഗൻ പോളോ ഒരു ഡീസൽ ഹൈലൈൻ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഓടിച്ചതിന് ശേഷം പിന്നെ പോളോ GT മാറി. അത് വോൾസ്വാഗൻ ഫസ്റ്റ് GT ആണല്ലേ? ആദ്യത്തെ ജനറേഷൻ GT അല്ല, സെക്കൻഡ് ജനറേഷൻ GT. അത് DSG ഗിയർ ബോക്സ് ഒക്കെ വരുന്ന GT. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ ഒരു ടിഗ്വാൻ എടുത്തിട്ടുള്ളത്. അപ്പം അത് മാത്രമല്ല, ഏട്ടൻ്റെ അനിയനുണ്ട് ചിന്മയുടെ കയ്യിൽ ഒരു ടൈഗുണാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു 3 വോൾസ്വാഗൻ കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അംബാസഡർ എന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ടിഗ്വാനിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ്? അത് കാരണം ഒരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ്. ബേസിക്കലി ഫോക്സ്വാഗൻ വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതൊരു തമാശയുള്ള കഥയാണ്. ഞാനൊരു ദിവസം ഒരു വണ്ടി വാങ്ങിക്കാനൊരു ആഗ്രഹമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ബുക്ക് ചെയ്ത് വെച്ച സമയത്ത് ഒരു പോളോ കണ്ടു. അങ്ങനെ അപ്പോൾ പിന്നെ പോളോ വാങ്ങിക്കണം എന്നുള്ള മോഹം മനസ്സിൽ വന്നു. അപ്പം അങ്ങനെ നോക്കി
ആ സമയത്ത് എല്ലാം കൂടി റെഡിയായി വന്ന് അങ്ങനെയാണ് ഈ ഹൈലൈൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതെടുത്തപ്പം ഗ്രേ കളർ ഹൈലൈൻ ഗ്രേ കളർ ഹൈലൈൻ അങ്ങനെ അതെടുത്തപ്പോൾ പിന്നെ ആ ഒരു അതിൻ്റെ ഒരു ഏകദേശം നമ്മളൊരു 4 വർഷം കൊണ്ട് ഏകദേശം ഒരു 90,000 മേലെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു വണ്ടീനോടും ആ ഒരു അതിൻ്റെ ഹാൻഡ്ലിങ്ങിനോടൊരു പ്രണയം വരെ ചെയ്തത്. അപ്പം ആ ഫോക്സ്വാഗൻ്റെ ഹാൻഡ്ലിങ് അത് അങ്ങനെ ഫോക്സ്വാഗൻ്റെ വണ്ടി ഒരു പ്രാവശ്യം ഓടിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ ഏത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു കംഫർട്ട്നെസ്സോ അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടൂല. അപ്പം ആ ഒരു സ്റ്റിയറിങ്ങിലും അല്ല ആ ഒരു ഗിയർ ഷിഫ്റ്റിലും അത്രയും അപ്പോൾ അത് ആ സമയത്ത് എപ്പോഴും DSG ഗിയർ ബോക്സിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് GT വന്നത്. അപ്പം പിന്നെ എന്നാലും അടുത്ത വണ്ടി എടുക്കുമ്പോൾ GT ആക്കാമെന്ന് വെച്ച് അങ്ങനെ GT എടുത്തു. GT എടുത്ത് ഇങ്ങനെ നിന്ന് GT ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം DSG ഗിയർ ബോക്സ് അത് ഭയങ്കര സ്മൂത്താണ് നമ്മൾ ഹാൻഡ്ലിംഗ് ഒക്കെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഫോക്സ്വാഗൺ ഷോറൂമിൽ പോയപ്പോൾ അവിടെ നമ്മൾ ടിഗ്വാൻ കാണുന്നു. അപ്പോൾ ടിഗ്വാൻ കണ്ട് അവിടുന്ന് അത് ഡീസൽ ടിഗ്വാനാണ് 19 മോഡൽ ഡീസൽ ഓൾ സ്പേസിന് മുമ്പ് അവർക്ക് രണ്ടും ഉണ്ടായിരുന്നു. 5 സീറ്റർ ടിഗ്വാൻ ഉണ്ടായിരുന്നു, ഓൾ സ്പേസ് 7 സീറ്റർ ഉണ്ടായിരുന്നു. സോ 5 സീറ്റർ ടിഗ്വാൻ ഉണ്ട്. അത് അതിൽ കയറി ഇരുന്ന് ഓടിച്ചപ്പോഴും ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ ആയിരുന്നു. അത് എന്താ വേറെ തന്നെ ഒരു നമ്മൾ ഡിഫറെൻറ്റ് സീറ്റിംഗ്, ഒരു ഹൈ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ബോണറ്റ് മൊത്തമായിട്ട് കാണാം, ഒരു കമാൻഡിങ് പവറുള്ള സീറ്റിംഗ്. അപ്പോൾ ആണ് ടിഗ്വാൻ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു എല്ലാം ഒത്തു വന്നപ്പോൾ നമ്മൾ ഈ 2022 പിന്നെ ഫോക്സ്വാഗൻ അത് ഓൾ സ്പേസിലേക്ക് പോയി. പിന്നെ എനിക്ക് 7 സീറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, 5 സീറ്റർ മതിയായിരുന്നു. പിന്നെയാണ് ഈ ടിഗ്വാന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് 2022 ടിഗ്വാൻ ഇറക്കുന്നെന്നുള്ളൊരു ന്യൂസ് വന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് 2022 ബാംഗ്ലൂരിലെ ഫസ്റ്റ് വണ്ടിയാണിത്. അപ്പം അങ്ങനെ ഇത് ഈ ഒരു കളറും ഭയങ്കര ഇതൊരു ചില ഡീസൽ എഞ്ചിനിൽ നമ്മളൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ബ്ലൂ ആയിരുന്നു. നമ്മളൊരു BMW കാണുന്നൊരു ബ്ലൂ കളറായിരുന്നു. ഈ കളറ് നൈറ്റ് ഷെയ്ഡ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ അത് ഈ ഇതിലാണ് 2022 അവർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കളർ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതങ്ങനെ ബുക്ക് ചെയ്തു. അപ്പം ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, ആ ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും ഫോക്സ്വാഗനിലേക്ക് പോകുന്നത്. ഇത് ഇത്രയും ഏട്ടൻ കഥ പറയുന്നതിൻ്റെ ഞാൻ പറയാം. ഏട്ടൻ ആദ്യം വണ്ടി എടുത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഏച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു, ഏട്ടൻ വണ്ടി എടുത്തു. ഏട്ടൻ വണ്ടി എടുത്തതിൻ്റെ എന്താ പറയുക ആകാംക്ഷയിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ ഏച്ചിനെയും കൂട്ടിയിട്ട് നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ നാട് കണ്ണൂരാണ്, കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരോട്ടൊരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരാം ഏട്ടാ, ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. ഏട്ടന് ആ സമയത്ത് എന്തോ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി ഞാൻ ഭയങ്കര ആകാംക്ഷയോട് പോയി ഓടിക്കാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു നമുക്കൊരു 20 കിലോമീറ്റർ 25 അതിൻ്റെ മുകളിൽ വണ്ടി ഓടിക്കാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഓടിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരെ 10-15-20 ഓടിച്ചു വന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഡ്രൈവ് ആയിരുന്നു. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി കയ്യിൽ കിട്ടിയിട്ട് ചവിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ടിഗ്വാൻ, അപ്പോൾ ടിഗ്വാൻ എടുക്കാൻ പോകുന്ന സമയത്ത് വേറെ ഒരു കമ്പാരിസൺ, വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കിയിട്ടില്ല, ഡയറക്റ്റ് ടിഗ്വാൻ? എനിക്ക് ടിഗ്വാൻ തന്നെ ഞാൻ ഡയറക്റ്റ് ടിഗ്വാൻ വേണമായിരുന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ്, ഈ വണ്ടി പെട്രോൾ എഞ്ചിൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടിഗ്വാൻ വേണമെന്ന് ഉറപ്പായിരുന്നു, കാരണം എനിക്ക് ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ബുക്ക് ചെയ്തു. പക്ഷേ അത് ഭയങ്കര ഡിലേ ആയി. അവർ ലോഞ്ച് ആക്ച്വലി ആ സമയത്ത് ഇവർ ഈ ഡീസൽ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരാവുന്ന സമയത്ത് ഡിലേ ഉണ്ടായിരുന്നു, പ്രൈസ് അൺനോൺ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു, ഏകദേശം ഞാനൊരു 8 മാസത്തോളം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇത് പിന്നെ വീണ്ടും ഡിലേ അവർ ലോഞ്ച് ചെയ്യുന്നില്ല അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വണ്ടി വേണമായിരുന്നു നേരം. ആ സമയത്താണ് ഞാൻ പോയി എന്തൊരു കോമ്പസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമ്പസ് ബുക്ക് ചെയ്ത് ഞാനത് ടിഗ്വാന് വീണ്ടും വെയിറ്റ് ചെയ്യായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ 2 മാസം കഴിഞ്ഞ് കോമ്പസ് റെഡിയായി വന്ന് ഏകദേശം എനിക്കൊന്ന് സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ച് സാർ വണ്ടി റെഡിയാണെന്ന് പറഞ്ഞ സമയത്താണ് എനിക്കൊന്ന് ലിങ്ക്ഡിനിലാണെന്ന് തോന്നുന്നു ഞാൻ സ്വൈപ്പ് ചെയ്തപ്പം ഈ ഫോക്സ്വാഗൻ്റെ കൺട്രി ഹെഡ് എങ്ങാനും ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ടിഗ്വാൻ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇൻ ജാനുവരി. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ ഞാൻ പുള്ളീനെ വിളിച്ച് ജീപ്പ് കോമ്പസ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തു. എനിക്കൊരു ജനുവരി 2022 ഫെബ്രുവരി ആകുമ്പോൾ വണ്ടി കിട്ടി. വേറെ പറയാനില്ല, ഇതൊരു CB യൂണിറ്റ് അല്ലേ വരുന്നത്? CB അല്ല, CKD, അതായത് കംപ്ലീറ്റ് ഇമ്പോർട്ട് അല്ല, അവർ പാർട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾ ചെയ്തു. നമ്മളിപ്പോൾ എഞ്ചിൻ നമ്പർ നോക്കിയാൽ ഇപ്പം അതിൽ ബേസിക്കലി ഇവരുടെ നമ്മൾ എഞ്ചിൻ നമ്പർ റീഡറിൽ ഇട്ടാൽ ഇത് ജർമ്മനി പ്ലാന്റ് കാണിക്കാം. ബേസിക്കലി അവിടുന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യാണ് ചെയ്യുന്നത്. CKD യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കാറല്ല, ഇത് യൂറോപ്പിന് വേണ്ടി ഡിസൈൻ ചെയ്ത കാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല, ഹീറ്റഡ് സീറ്റ്സ് ഉണ്ട്, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽസ് ഉണ്ട്.
ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഹീറ്റഡ് സ്റ്റീറിംഗ് വീൽസിൻ്റെ ആവശ്യമില്ല, ഹീറ്റഡ് സീറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബേസിക്കലി അതൊരു യൂറോപ്യൻ ഡിസൈൻഡ് വെഹിക്കിളാണ്. ഇന്ത്യയിലേക്ക് വളർക്കുന്നതേ ഉള്ളൂ. പക്ഷെ ബാംഗ്ലൂർ രാവിലെ തണുപ്പത്ത് ഓടിക്കുമ്പോൾ ഹീറ്റഡ് സീറ്റ്സ് സുഖമാണ് ആക്ച്വലി. ശരിയാണ്. ലോങ് ഡ്രൈവ്സ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു ഡ്രൈവ്. കാരണം ഒരു ഡ്രൈവേഴ്സ് കാറാണ്. കാരണം ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ഓടിക്കാൻ ഭയങ്കര താല്പര്യം. ഞാൻ ഡ്രൈവേഴ്സ് കാർ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറേ ലോങ് പോയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി വണ്ടി ഏകദേശം 30,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേയിൽ പോയാൽ ഈസി ടു ക്രൂസ്. അതേ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്കറിയാമല്ലോ, നമുക്ക് ഗാർഡ് സെക്ഷൻ വരും. അപ്പോൾ ആ ഗാർഡ് സെക്ഷനിലും എല്ലാ കോർണേഴ്സും നമുക്ക് വിചാരിക്കുന്ന പോലെ കോർണർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഭയങ്കര ആ ഒരു സുഖം, ആ ഒരു ഡ്രൈവ് ഫീൽ ഭയങ്കര ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ ഗാർഡ് സെക്ഷനിൽ ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിലും ആ പെർഫോമൻസ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. നേരെ മറിച്ച് സിറ്റിയിലാണെങ്കിലും നമുക്കൊരു ചെറിയൊരു സ്റ്റിയറിംഗ് അത്രയും സ്മൂത്താണ്. നമുക്ക് ചെറിയൊരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ, ഓൾട്ടോ എടുത്തുകൊണ്ട് പോകുന്ന പോലെ സിറ്റിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡിഫറൻസ്. എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പിക്കപ്പാണ്. അതെ, നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ആയി പോകും. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഇതിൻ്റെ എൻജിൻ വൈസ് എങ്ങനെയുണ്ട് കമ്പയർഡ് ടു അതർ? ഇപ്പം ജീപ്പ് കോമ്പാസ് ഒക്കെ നോക്കിയെന്ന് പറഞ്ഞു. അതെ, അതെങ്ങനെയുണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി ഇതേ സെഗ്മെന്റിൽ വരുന്ന ബാക്കിയുള്ള കാർ? എനിക്ക് തോന്നുന്നു ഇതേ എൻജിൻ വെച്ചിട്ടാണ് A4, അതുപോലെ നമ്മുടെ ഒക്ടാവിയ, സൂപ്പർവിയ, നമ്മുടെ ഓഡി Q3 സെയിം പവർ ആണ്. നമ്മളിപ്പോൾ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 192 PS 320 Nm ടോർക്ക് അതാണ് എഞ്ചിൻ വരുന്നത്. ഈ 2 ലിറ്റർ എഞ്ചിനാണ് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ്. നമ്മൾ പണ്ട് പസാറ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. അപ്പം ഭയങ്കര റിയലി പവർഫുൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്, അപ്പോൾ ആ ഒരു എഞ്ചിനും നമ്മളെ DSG ഗിയർ ബോക്സും തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ആണ് ആ ഒരു എന്താ പറയേണ്ടത് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി എത്തും. അതായത് നമ്മൾ ആ ഒരു ആക്സിലേറ്റ്, നമുക്ക് ഒരു ടാങ്കർ ലോറി അല്ലെങ്കിൽ ഒരു വലിയ ലോറി അല്ലെങ്കിൽ വലിയ വെഹിക്കിൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെഡൽ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ന സമയത്ത് എത്താൻ നമ്മൾ മനസ്സ് വിചാരിക്കുന്നിടത്ത് വണ്ടി നമുക്ക് എത്തിക്കാൻ പറ്റും. ബേസിക്കലി നമ്മളിപ്പോൾ CVT കാണുമ്പോൾ CVT ഗിയർ ബോക്സ് എനിക്ക് അറിയാം, എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് CVT ആണല്ലോ. ബേസിക്കലി അതൊരു ഭയങ്കര ലീനിയർ പ്രോഗ്രഷനാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഓവർടേക്ക് ചെയ്ത് പകുതിയൊക്കെ എത്തുമ്പോഴേ പിന്നെ അതിൻ്റെ ഫുൾ പവർ വരുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ആ ഇനീഷ്യൽ പവറിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി എത്തിക്കാൻ പറ്റും. അതൊരു ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സെല്ലിംഗ് പോയിന്റും ഈ എഞ്ചിൻ പ്ലസ് ഇതിന്റെ ആ DSG ഗിയർ ബോക്സ് ആണെന്ന് തോന്നുന്നു. ഓൾവേസ് ആ ഒരു DSG ഗിയർ ബോക്സും ആ 2 ലിറ്റർ TSI എഞ്ചിനും അതൊരു എന്താണ് ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. അപ്പോൾ സെല്ലിംഗ് പോയിന്റ് ഇസ് ഓൾവേസ് ദാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്നത് പോളോ ആണ്. പോളോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ ഷുവർ ദ പാസഞ്ചർ സീറ്റ്സ്. കാരണം പോളോ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഇറ്റ്സ് ഓൺലി എ ഡ്രൈവേഴ്സ് കാർ. കാരണം പാസഞ്ചർ എന്നുള്ള കൺസെപ്റ്റ് വണ്ടിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് പിന്നിലിരിക്കുന്നവർക്കും ഇറ്റ് ഇസ് വെരി എന്താ പറയണ്ടത് ഭയങ്കര സ്പേഷ്യസ് ആണ്, സുഖമാണ്, ഇരിക്കാം, കംഫർട്ടബിൾ ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സീറ്റ്സ് ബാക്കിലോട്ട് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടി ഈ കാറിലുണ്ടെന്ന്. അതെ, ബാക്ക് സീറ്റ് നമുക്ക് ഫ്രണ്ട് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നീറും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡിക്ലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പുറമേയുള്ള അധിക വിശേഷങ്ങളൊന്നുമില്ല. ഒരു ഓഡി കാറിനെ പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ അതേപോലെ ഒരു ലക്ഷറിയസ് സ്പോർട്ടി ഫീൽ ഈ കാറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാറിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഇതിന്റെ അകത്തുള്ള ഫീച്ചേഴ്സ് നമ്മളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അകത്തുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് ആദ്യം DSG ഗിയർ ബോക്സ് തന്നെ തുടങ്ങാം. സോ SSC ഒരു ഭയങ്കര രസമുള്ളൊരു ഡിസൈനാണ്. വിത്ത് ഒരു കുറച്ച് ഉള്ളിൽ ലൈറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് അനുസരിച്ച് ലൈറ്റ് ഷിഫ്റ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്, സ്പോർട്സ് മോഡ്. അപ്പം നമ്മൾ ഡ്രൈവ് മോഡ്, സ്പോർട്സ് മോഡിലേക്ക് പോകുമ്പോൾ ഡ്രൈവ് എന്ന് ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പിൽ സ്പോർട്സിലേക്ക് പോകും, സിംഗിൾ ടാപ്പിൽ തിരിച്ച് ഡ്രൈവിലേക്ക് വരും. പിന്നെ നമ്മൾ റൈറ്റിലോട്ട് സ്വിച്ച് ചെയ്താൽ മാനുവൽ മോഡായിട്ട് നമുക്ക് അപ്പ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് മാനുവൽ മോഡിൽ വണ്ടി ഓടിക്കാം. പിന്നെ നമ്മുടെ പഴയ കാറിൽ നിന്ന് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ പഴയ കുറച്ച് അപ്ഡേറ്റ്സ്, നമുക്ക് കുറച്ച് ഇലുമിനേഷൻസ് കാര്യങ്ങളും വന്നു. പിന്നെ കുറച്ചും കൂടി എന്താ പറയുക ക്യൂട്ടർ ഡിസൈനാണ് ലിവറിന്റെ. സോ ദിസ് ലുക്സ് മച്ച് ബെറ്റർ. പിന്നെ നമുക്ക് പാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് സ്റ്റാർട്ട്സ് ഓഫ് വരുന്നത്. പിന്നെ ഓട്ടോ ഹോൾഡ് ഫീച്ചർ. പിന്നെ നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഓൺ ഓഫ് ബട്ടൺ ആണ്. ഓട്ടോ കട്ട് ഓഫ്. അതെ, ഓട്ടോ കട്ട് ഓഫ്. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവ് മോഡ്സ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് സ്നോ, നോർമൽ മോഡ്, മൗണ്ടെയിൻ മോഡ്, പിന്നെ നമ്മുടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ മോഡ് എന്ന് പറഞ്ഞ മോഡാണിത്. ഇത് മാറ്റുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിലും വ്യത്യാസം കാണാൻ പറ്റും. ഒന്നിക്ക് ഇവിടെ ചെയ്യാം. ഇത് നമ്മൾ ഇതിൽ മാറ്റുമ്പോൾ ഇൻഫർടൈൻമെന്റിൽ അതിനനുസരിച്ചുള്ള മോഡ് വരും. ഞാനിപ്പോൾ നോർമൽ മോഡിലായിട്ടുള്ളത്. ഇതാണ് സ്നോ മോഡ്, ഫസ്റ്റ് മോഡ്. സ്നോ മോഡിൽ നിന്ന് മാറ്റി നമ്മൾ കുറച്ച് ഇൻഫോ കാര്യങ്ങളും, അതായത് സ്റ്റിയറിംഗ്, ഡ്രൈവ് നോർമലാണ്, ലൈറ്റ് ഡിസ്റ്റൻസ് നോർമലാണ്, എയർ കണ്ടീഷനിങ് നോർമൽ മോഡിലാണുള്ളത്. അതാണ് അതിന് ഇൻഫർമേഷൻ. സോ അതിൽ നമ്മൾ നേരെ നോർമൽ മോഡിലേക്ക് മാറ്റിയാൽ നോർമൽ മോഡിൽ നമുക്ക്
4 മോഡുണ്ട്. ഈവൻ ഇൻസൈഡ് നോർമൽ മോഡ്, അതിലൊരു ഈക്കോ മോഡ് ഉണ്ട്. ബേസിക്കലി കുറച്ചും കൂടി എന്താ പറയേണ്ടത്, ബെറ്റർ മൈലേജ്, കാരണം പെർഫോമൻസ് കുറച്ച് കുറയും. നമ്മൾ പെഡൽ ഡൗൺ ചെയ്യുമ്പം ഇനീഷ്യൽ കിട്ടിയൊരു അത് കിട്ടില്ല, കുറച്ച് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബെറ്റർ മൈലേജ്. നോർമൽ മോഡാണ് നമ്മൾ ബേസിക് നോർമൽ മോഡ്. പിന്നെ സ്പോർട്സ് ഇട്ടാൽ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് പോകുന്നു. നമ്മൾ നോർമലി ഭയങ്കര പവറാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് എക്കോ മോഡിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് പോയാൽ നമുക്ക് ആ പവർ ഡിഫറൻസ് ഭയങ്കര മനസ്സിലാവും. നമ്മൾ പെഡൽ ഡൗൺ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത്, ത്രസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് ഇപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് നമുക്ക് പോകുമ്പോഴും കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ബേസിക്കലി വന്ന് ഒരു ഇൻഡിവിജ്വൽ മോഡ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്താൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ നമുക്ക് നോർമൽ മോഡിൽ കുറച്ച് കസ്റ്റമൈസേഷൻ ഉണ്ട്. ബേസിക്കലി സിമിലർ ആണ്. അതായത് നമുക്ക് സ്റ്റിയറിംഗ് കുറച്ച് സ്പോർട്സ് ആണ് നോർമൽ മോഡ്. പിന്നെ ഡ്രൈവ് നമ്മൾ പോകുകയാണെങ്കിൽ നോർമൽ സ്പോർട്ട് എക്കോ അതിലേക്ക് മാറ്റാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് കുറച്ച് സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് നമുക്ക് ഡ്രൈവ് നോർമൽ മോഡിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗും ഡ്രൈവ് എല്ലാം സ്പോർട്സിലേക്ക് പോകുന്നു. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കുറച്ച് സ്പോർട്സ് മോഡിൽ ഒരു സ്റ്റിയറിംഗ് ഇട്ട് ഡ്രൈവ് കുറച്ച് നോർമൽ ആക്കണം, ലൈറ്റ് ഡിസ്റ്റൻസ് കുറച്ച് ഡ്രൈവ് സ്പോർട്സ് മോഡിൽ ഡ്രൈവ് ഡിസ്റ്റൻസ് വേണം എന്ന് വേണമെങ്കിൽ നമുക്കത് ഇപ്പം എയർ കണ്ടീഷനിങ് ഒക്കെ നിനക്ക് നോർമൽ വേണ്ട, ഒരു എക്കോന്റെ എയർ കണ്ടീഷനിങ് മതി. അതായത് കുറച്ചും കൂടി നമുക്ക് മൈലേജ് കിട്ടുന്ന തരത്തിൽ എയർ കണ്ടീഷൻ റിഫൈൻഡ് ആക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമൈസേഷൻ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ മൗണ്ടെയിൻ മോഡിലേക്ക്, അല്ലെങ്കിൽ ഓഫ് റോഡ് അല്ലെങ്കിൽ മൗണ്ടെയിൻ മോഡാണത്. അപ്പം ഈ മോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹിൽ ഡിസെൻഡ് കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പാർക്ക് അസിസ്റ്റ്, ഓൾ വീൽ ഡ്രൈവ് അത് ഓഫ് റോഡ് മോഡിലേക്ക് പോകുന്നു. പിന്നെ സ്റ്റിയറിംഗ്, ഡ്രൈവ് ഓഫ് റോഡ് മോഡ്, ലൈറ്റ് ഡിസ്റ്റൻസ് ഓഫ് റോഡ് മോഡ്, എയർ കണ്ടീഷനിങ്. അപ്പോൾ ഇത്രയും നമുക്ക് നേരത്തെ നമ്മൾ നോർമൽ മോഡിൽ പോകുമ്പോൾ ഹിൽ അസിസ്റ്റൻസും സ്റ്റാർട്ടും പാർക്ക് അസിസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മൗണ്ടൻ മോഡിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നു. പിന്നെ ഞാനൊരു സാധനം എനിക്ക് തോന്നിച്ചാൽ നമ്മൾ മൗണ്ടൻ മോഡിലേക്ക് എപ്പോഴും വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കെപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സസ്പെൻഷൻ കുറച്ചുകൂടി അഡാപ്റ്റ് ആവും, കുറച്ചും കൂടി നമുക്ക് സ്റ്റിഫ് ആവും. നമുക്ക് എന്താ പറയേണ്ട, കുഴിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അത്ര ബാക്കിൽ പാസഞ്ചേഴ്സിന് ഫീൽ ചെയ്യുന്നില്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിന്റെ ഫൈനൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഡിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഈ ഓഫ് റോഡ് മോഡിന്റെ കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ ആണ്. അത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിൽ ഡിസൽ കൺട്രോൾ ഓൺ ആക്കി വെക്കാം, എന്നിട്ട് നമുക്ക് പാർക്ക് അസിസ്റ്റൻസ് ഓഫ് ആക്കാം. അപ്പോൾ ബേസിക്കലി നമുക്ക് അധികം നോയ്സ് കുറച്ച് പുല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നോയ്സ് വരും, അതൊക്കെ ഓഫ് ആക്കാം. പിന്നെ ഈ ഓൾ വീൽ ഡ്രൈവ് മോഡ് നമുക്ക് ഓഫ് റോഡ് മോഡിലേക്ക് മാറ്റാം, നോർമൽ മോഡിലേക്ക് മാറ്റാം. ഓഫ് റോഡ് വെച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മളെ സസ്പെൻഷൻ കസ്റ്റമൈസേഷനോ അങ്ങനെ കസ്റ്റമൈസേഷൻ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ലിമിറ്റഡ് ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഞാനിത് അതെ ചേഞ്ച്, അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും കണ്ടിട്ടില്ല ഇത്രയും ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ അറ്റ്ലീസ്റ്റ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡ്സിന്റെ കാര്യം പറഞ്ഞാൽ അതാണ് അവിടെ വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. പക്ഷെ വയേർഡ് ആണ്, വയർലെസ് അല്ല. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയേർഡ് ആണ് വരുന്നത്. എസിനെ കുറിച്ച് AC ട്രൈസോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ബേസിക്കലി ടച്ച് ആണ്, സ്ലൈഡേഴ്സ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒന്നിക്കൽ സിംഗിൾ ടച്ചിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ എല്ലാം സ്ലൈഡ് മോഡിൽ ഇതിലാണ് വരുന്നത് ബേസിക്കലി അങ്ങനെ. പിന്നെ ബാക്കി എല്ലാ വണ്ടിയിലും നോർമൽ ഇല്ല പോലെ. പിന്നെ നമ്മൾ ഈ മെനു ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് AC ബ്ലോ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയേണ്ടത്, ടെമ്പറേച്ചർ കൂട്ടുമ്പം ബ്ലോ കളർ മാറും. ബേസിക്കലി നമ്മൾ ഹീറ്റപ്പ് ആവും തോറും നമുക്ക് നമ്മുടെ ബ്ലൂ മാറി റെഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നൈസ് ടു ഹാവ് ഫീച്ചേഴ്സ്. പിന്നെ റിയർ AC നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിയറിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ AC പിടിച്ച് കളിക്കും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ റിയർ കൺട്രോൾ ലോക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ പിന്നെ റിയറിൽ ഒരു ടച്ച് ചെയ്ത് മാറ്റിയാലും റിയർ AC കൺട്രോളിൽ ഇരിക്കും, കാരണം അത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്മോൾ തോട്ട്ഫുൾ ഫീച്ചേഴ്സ് ആണുള്ളത്. പിന്നെ നമുക്ക് എയർ കെയർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അപ്പോൾ ബേസിക്കലി പ്യൂരിഫിക്കേഷൻ, ഓട്ടോമാറ്റിക് പ്യൂരിഫയർ വരുന്നുണ്ട്. അപ്പം എയർ കെയർ ഓൺ ചെയ്താൽ, അതെ, പിന്നെ അത് ഓൺ ചെയ്താൽ നമുക്ക് പ്യൂരിഫയർ ചെയ്ത് കിട്ടാം. പിന്നെ കുറച്ചൊരു അനിമേഷൻ സംഭവങ്ങൾ ആൻഡ് ആക്ച്വലി ബെസ്റ്റ്. നമ്മൾ പുറത്തുനിന്ന് എയർ എടുത്ത് കുറച്ച് പുറത്തുനിന്ന് വല്ല ഫൗൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ കയറി നമ്മൾ ഓൺ ആക്കിയാൽ എപ്പോഴും ഇറ്റ് ഇസ് ഗുഡ്, ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പം അതാണ് AC-നെ കുറിച്ച് പറയാനുള്ളത്. വേറെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കാറിൽ USB ചാർജിംഗ് പോർട്സ് ഇല്ലെങ്കിൽ കണക്ഷൻ പോർട്സ് ഉണ്ടെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി C ടൈപ്പ് ആണ്. അതെ, ടോട്ടൽ എനിക്കൊന്ന് 3 പോർട്സ് വരുന്നുണ്ട്. 3ഉം C ടൈപ്പ് പോർട്സ് ആണ് വരുന്നത്. മുമ്പിൽ 2 ബാക്കിലൊന്നും, മൊത്തം C വരുന്നത്. പിന്നെ നമ്മൾ നോർമൽ ഒരു 5 വോൾട്ട് 12 വോൾട്ട് ഓഫ് ചാർജർ പോയിന്റ്, 12 വോൾട്ട് ചാർജർ പോയിന്റ് ആണ് വരുന്നത്. വേറെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഒരു ഫിനിഷും ക്വാളിറ്റിയും, ഇതിന്റെ ഒരു ഫിനിഷ്. എനിക്കൊന്നും ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാം വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പിയാനോ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സ്റ്റിയറിംഗ്, ഇതല്ലേ ഇത് അപ്ഡേറ്റഡ് ആയി വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ. ഇതാണ് ഇതിൽ ലോഗോവും ഈ ഒരു ഷേപ്പും, ഇവിടെയൊക്കെ കൺട്രോൾസ് ഒക്കെ കാണും.
ഇത് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും നമ്മുടെ സ്പീഡോമീറ്ററിന്റെ കൺട്രോൾസ് ആണ്. പിന്നെ ഇത് മ്യൂസിക് കൺട്രോൾസും വരുന്നുണ്ട് ഇവിടെ. നമ്മുടെ നെക്സ്റ്റ് ബട്ടൺ, ഇത് വോളിയം ബട്ടൺ, പിന്നെ ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചസ്. ഓക്കെ, ക്രൂസ് കൺട്രോളിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടിപ്പിക്കൽ വോൾസ്വാഗണിൽ കാണുന്ന പോലുള്ള ഒരു ഹെഡ് ലാമ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചസ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സ്പീഡോമീറ്റർ പ്ലസ് ടാക്കോമീറ്റർ. കംപ്ലീറ്റ്ലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതിലിപ്പം ഈ ഒരു വ്യൂയിലേക്ക് മാറി, വേറൊരു വ്യൂ ആണ്. പിന്നെ നമ്മൾ തിരിച്ച് ഈ വ്യൂയിലേക്ക് വന്നാൽ നമുക്ക് ഇപ്പം നമ്മുടെ അതിലുള്ള ഡേറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിൻസ് സ്റ്റാർട്ടാണ് ഇപ്പോൾ ഡേറ്റ, അത് മാറ്റി ലോങ് ടേമിൽ അത് ഒരു ലോങ് ടേം എത്രയാണ് സംഭവങ്ങൾ, സിൻസ് ലാസ്റ്റ് റീഫ്യൂൽ നമ്മൾ എത്ര ഓടി, എത്ര മൈലേജ് കിട്ടുന്ന ഡീറ്റെയിൽസ് കാണിച്ചു തരും. പിന്നെ വ്യൂ തന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഡ്രൈവിംഗ് ഡേറ്റ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു വ്യൂവിൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ഡേറ്റ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ മാറ്റിയിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഇതിൽ കാണിക്കാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫോൺ വരുമ്പോഴാണ് വേണ്ടത്. അല്ലെങ്കിൽ ടയർ പ്രഷർ ഫുൾ ടൈം ഡിസ്പ്ലേ വേണമെങ്കിൽ ടയർ പ്രഷർ ഫുൾ ടൈം ഡിസ്പ്ലേ ആക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മളെ അസിസ്റ്റൻസ് സിസ്റ്റംസ് കാര്യങ്ങൾ, ക്രൂസ് കൺട്രോളിൻ്റെ ഡേറ്റ, അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റർ. ഇപ്പോൾ നമുക്കിതിൽ സ്പീഡ് ലിമിറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 80 ലിമിറ്റർ സെറ്റ് ചെയ്താൽ 80 അടിക്കുമ്പോൾ നമുക്ക് 80 മേലെ വണ്ടി പോകില്ല. ബേസിക്കലി നമുക്ക് ഒരു ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക്കലി ആ ലിമിറ്റർ സെറ്റ് വെച്ചാൽ നമുക്ക് ഫൈൻ അടിക്കാൻ രക്ഷപ്പെടാം, ക്യാമറയ്ക്കുള്ള സമയത്ത്. അങ്ങനെ കുറച്ച് ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അത് ഭയങ്കര ഒരു സ്പോർട്ടി ആയിട്ടുള്ള, എനിക്കൊന്ന് ഇതിന്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കല് രാത്രി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കും അല്ലേ. ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടി വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്, ഭയങ്കര രസമുണ്ടാവും. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി ലെതർ ലാപ്ഡ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇത് പനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. 1 ടച്ച് ആണ്. അതുപോലെ നമ്മുടെ സീറ്റ്സിന്റെ ഹെഡ് റെസ്റ്റ് ഒക്കെ ഭയങ്കര ഒരു പ്രീമിയം നമുക്കൊരു ടച്ച് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്, അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യാൻ പറ്റും. ഒരു ഗുഡ് ടു ഹാവ് ഫീച്ചർ ആണ്. കാരണം നമുക്കൊരു എപ്പോഴും നമുക്ക് വേണ്ട ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. സീറ്റ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഹീറ്റഡ് സീറ്റ്സ് ആണ്. അതെ, അപ്പോൾ ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണോ സീറ്റ്സ് ഒക്കെ? അതെ, നമ്മുടെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ കൺട്രോൾസ് ഉണ്ട്. കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് എല്ലാ കൺട്രോൾസും ഉണ്ട്, പക്ഷേ അത് മാനുവൽ ആണ്. ലംബാർ കോ ഡ്രൈവർ ആയാലും നമുക്ക് മാനുവൽ ലംബാർ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പക്ഷേ അത് ഒരു മാനുവലി അഡ്ജസ്റ്റഡ് ആണ്. പക്ഷേ ഡ്രൈവർ സീറ്റിലെല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഹീറ്റഡ് സീറ്റിന്റെ സ്വിച്ചസ് വരുന്ന എവിടെയാണ്. അപ്പം ഇതിൽ നമുക്ക് 3 ലെവൽ ഓഫ് ഹീറ്റിംഗ് ഉണ്ട്. ഇതാണ് ഹയസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ബേസിക്കലി ഇതൊരു ആവശ്യമില്ലാത്ത ഫീച്ചറാന്ന് വിചാരിച്ചെങ്കിലും ബാംഗ്ലൂർ വിന്ററിൽ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് സുഖമാണ്. ആക്ച്വലി അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് സ്പെഷ്യലി ഡിസംബർ ജനുവരി ടൈം ഫ്രെയിമിൽ വിന്ററിൽ നമുക്കത് രാവിലെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളിപ്പം രാവിലെ ആരെങ്കിലും ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ട് കൂട്ടാൻ പോകുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്കൊക്കെ അടിച്ച് പോകണമെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ഫീച്ചറാണ്. ഇവിടെ ഡോർ പാഡ്സിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പ്രീമിയം ഫീൽ തരുന്ന ഒരു ഡോർ പാഡാണ്. ഇവിടെ സ്പീക്കർ കാണാം, നമ്മുടെ ഡോറിന്റെ ലിവർ കാണാം, ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം, ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, മിററിന്റെ കൺട്രോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വിൻഡോസിന്റെ കൺട്രോൾ സ്വിച്ചസും അത് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ബോട്ടിൽ ഹോട്ടൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബൂട്ട് ഇവിടെ നിന്ന് തുറക്കാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടിഗ്വാന്റെ ബാക്ക് റോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് റോ ആണ് ടിഗ്വാന് കിട്ടിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് റോ എന്ന് മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് ടിഗ്വാനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാം നല്ല നീ റൂമുണ്ട്, അതുപോലെ നല്ലൊരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് ബാക്കിലല്ലേ ബൂട്ട് സ്പേസ് കൂടുതലാക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഈ കാറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ആംറസ്റ്റ് കാണാം, കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് കാണും. ഇവിടെ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാർ ഒരു ട്രൈസോൺ ക്ലൈമറ്റ് കൺട്രോൾ കാറാണ്. ഇവിടെയാണ് അതിൻ്റെ സ്ക്രീൻ വരുന്നത്, ടച്ചാണ് വരുന്നത്. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, C ടൈപ്പ് ആണ്. അപ്പോൾ ഇതാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്ക് വരുന്നൊരു സ്ക്രീൻ കാണാം. അപ്പം ഇതാണ് ഉള്ളിലുള്ള ഒരു സ്പേസ്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇവിടെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് കാറൊന്ന് ഓടിച്ചു നോക്കാം. വാ, നമ്മൾ കുറച്ചൊരു റഫായിട്ടുള്ള പാച്ചസിലൂടെയാണ് പോകുന്നത്. റൈഡ് ചെയ്ത് പോകുന്നുണ്ട് കാറ്. ഇങ്ങോട്ട് പോകല്ലേ? ചെറിയൊരു സ്ട്രീറ്റ് റോഡ് ഉണ്ട്, ഞാൻ ഒന്ന് കാല് കൊടുക്കാം. രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ടർബോ കിക്കിനായി കഴിഞ്ഞാൽ വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് വണ്ടി. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് എങ്ങനെയാട്ടാ? മൈലേജ് ഓടിക്കുന്ന പോലെ ഇരിക്കും. ഓടിക്കുന്ന പോലെയല്ല, സാധാരണക്കാരൻ.
ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ആക്ച്വലി മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയൊക്കെ പോയ സമയത്ത് ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ച് അതായത് മൈലേജ് എത്ര കിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം തലശ്ശേരി മുതൽ ബാംഗ്ലൂർ വരെ ഒരു ഫുൾ സ്ട്രെച്ച് ഏകദേശം 380+ കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം നിനക്കറിയില്ല, അതായത് തലശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കേരളത്തിൻ്റെ സിംഗിൾ വേ വൺ വേ റോഡും അതായത് സിംഗിൾ ലൈൻ റോഡും വിത്ത് ട്രാഫിക് ഉണ്ട്, പിന്നെ ഗാർഡ് സെക്ഷൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേസ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഇപ്പോഴത്തെ ഹൈവേ അല്ല മുമ്പുള്ള ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഉണ്ട്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിയിട്ടുള്ള സിറ്റി ട്രാഫിക്കും ഉണ്ട്. അപ്പം ഇതിനുള്ള കോമ്പിനേഷനിൽ എനിക്ക് 12.1 അതായത് കമ്പനി പറഞ്ഞ് 12.1 കിട്ടിയിട്ടുണ്ട് മര്യാദക്ക് ഓടിച്ചിട്ട്. സോ നമുക്ക് നേരെ ഓടിച്ചാൽ ആ വലിയ അത് ഒരു 11.5 to 12 നമുക്ക് ഓൺ എ ലോങ് റൺ, അതായത് നമ്മൾ ചുമ്മാ വെറും ഹൈവേ അല്ല, ഹൈവേ പ്ലസ് ഒരു ഗാർഡ് പ്ലസ് ട്രാഫിക് ഉള്ള റോഡിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂർക്ക് പോവാണ് അല്ലെങ്കിൽ ഫുൾ ഹൈവേ റോഡിൽ പോവാണെങ്കിൽ 12 മേലും കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഇന്ന സിറ്റി ഞാനിപ്പോൾ ഡെയിലി ഓഫീസ് പോയി യൂസ് ചെയ്യുന്ന കാറാണ്. ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ എനിക്കൊരു 10.5 11 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട്. പക്ഷേ നമ്മൾ ചവിട്ടി പിടിച്ച് ഓടിച്ചാൽ 7-8 ആ റേഞ്ചിൽ, അതായത് ഞാൻ സ്പോർട്സ് മോഡ് ഇട്ട് പെഡൽ ഡൗൺ ചെയ്ത് ഓടിച്ചാൽ 7-8 റേഞ്ചിൽ കിട്ടും. പക്ഷേ ഓൺ എ നോർമൽ റൺ നമുക്കൊരു എന്താ പറയുക 10 to 11 ആണ് ഞാൻ പറയാം ഒരു മൈലേജ് എന്ന് വെച്ചാൽ. ഭയങ്കര റിഫൈൻഡ് ആണ് ഇതിന്റെ എഞ്ചിൻ, സസ്പെൻഷനും ഭയങ്കര അടിപൊളി ഒരു സസ്പെൻഷനാണ്. ഇതിപ്പോൾ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പീഡ് പോയാലും ഭയങ്കര ഒരു സ്റ്റിഫായിട്ട് ആ സമയത്തൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് ഭയങ്കര ഒരു ബാലൻസ് വരും. നോർമൽ ഒരു സ്റ്റിഫ്നെസ്സും വരും നമ്മൾ ഹൈവേസിൽ പോകുന്ന സമയത്ത്. ആസ് എൻ SUV ഒരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഹൈ സ്പീഡ്സിലൊക്കെ? ഇല്ല, അതായത് ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ വേറെ SUVs കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർച്യൂണർ കയറി നോക്കിയാൽ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡ് വെഹിക്കിളാണ്. പക്ഷെ നമുക്കതൊരു ചെറിയൊരു ബോഡി റോൾ നമുക്ക് ഫോർച്യൂണറിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇതിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത് SUVs ഉണ്ടാകുന്ന നോർമൽ ബോഡി റോൾ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ നോർമൽ ഇതുവരെ ഫീൽ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. അത്ര ഒരു ബോഡി റോൾ ഇല്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ ഇത്ര വലിയ വണ്ടിയായിട്ട് കൂടി സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്, ഭയങ്കര ഒഴുകുന്ന ടൈപ്പ്. ഇത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ലോ സ്പീഡ്സിലും ഹൈ സ്പീഡ്സിലും പോകുമ്പോൾ സ്പീഡ് വെച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് അഡാപ്റ്റബിലിറ്റി കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഹൈ സ്പീഡ്സ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് സ്റ്റിഫായി വരും. അല്ല, ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എങ്ങനെയുണ്ട് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം? എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇത്? ഹർമാൻഡോ JBL അങ്ങനെ എന്തെങ്കിലും? ഭയങ്കര റെസ്പോൺസീവ് ആണിത്. ഇപ്പം ബേസിക്കലി നമുക്ക് സ്കോഡയിലും കോഡിയാക്കിലും ഇതൊക്കെ വരുന്ന സെയിം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ കോഡിയാക്കിൽ സ്കോഡ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഹർമന്റെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഫോക്സ്വാഗനിൽ കൊടുക്കുമ്പോൾ സെയിം ആണെങ്കിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടില്ല. അതിന്റെ റീസൺ എനിക്കറിയില്ല. പക്ഷേ സ്കോഡയിലെ സെയിം സാധനത്തിന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അവർ. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഇത് 8 ഇഞ്ചിന്റെ അപ്പോൾ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ കാറിന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് അതിൽ കിട്ടും. വെഹിക്കിൾ സ്റ്റാറ്റസ് നമുക്ക് കാണണമെങ്കിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കിട്ടും. പിന്നെ ഇതിന് തന്നെ നമുക്കിപ്പോൾ ഓരോ സംഭവത്തിനും ഫോർ എക്സാമ്പിൾ ടയർ പ്രഷർ ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈപ്പർ വാട്ടർ കണ്ടന്റിൻ്റെ ആണെങ്കിലും അതായത് നമ്മുടെ വൈപ്പർ സ്പ്രേയിൻ്റെ വാട്ടർ കണ്ടന്റ് ആണെങ്കിലും ഓരോന്നിനും നമുക്ക് വാർണിംഗ്സ് കിട്ടും. ടയർ പ്രഷർ കുറവാകുമ്പോഴും അല്ലെങ്കിൽ വൈപ്പറിൽ വെള്ളം കുറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രേക്ക് പാഡ്സ് ഓൺ ഔട്ട് ആവുന്നതിന് മുന്നേ ഫുള്ളായി ഓൺ ഔട്ട് ആവുന്നതിന് മുമ്പേ പിന്നെ നമുക്ക് ഇൻഡിക്കേഷൻ വരും, അതായത് ടൈം ടു ചേഞ്ച് ബ്രേക്ക് പാഡ്സിന്റെ. സാധാരണ കാറുകളിൽ പോയി ഫിസിക്കലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ നമുക്ക് കാറിനകത്തിരുന്ന് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. അപ്പൊ അതൊരു ഭയങ്കര നല്ല ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയേണ്ടത്, ഈ ടയർ പ്രഷർ തന്നെ അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 2 ആൾ പോകുന്നത് അല്ലെങ്കിൽ ഫുള്ളി ലോഡ് ആയിട്ട് നമ്മൾ 4 പേര് പോകുന്ന ലഗേജ് പോകുമ്പോൾ നമുക്ക് ടയർ പ്രഷർ എത്ര വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വാർണിംഗ്സ് നമുക്ക് കിട്ടും. അതായത് നമുക്ക് പ്രഷർ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ഡേറ്റ അതിൽ കിട്ടും. പിന്നെ നമ്മളിപ്പം ഈ ഇതിൽ കാറിൽ പോകണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സെറ്റിംഗ്സ് ഉണ്ട് അതിൽ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ESC അത് ആക്ടിവേറ്റ് ചെയ്യാം, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടയേഴ്സ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ഫുള്ളി ലോഡാണോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 2 പേര് പോവുകയാണെന്നുള്ള കോൺഫിഗറേഷൻ ചെയ്ത് അതിനനുസരിച്ച് ടയർ പ്രഷർ മോണിറ്ററിംഗ് വരും. പിന്നെ നമുക്ക് എനിക്കൊന്ന് യൂറോപ്യൻ മോഡലായതുകൊണ്ട് മറ്റേ വിൻഡർ ടയേഴ്സിന്റെ നമുക്ക് സ്പീഡ് വാർണിംഗ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 80-100 നമുക്ക് തന്നെ അഡീഷണൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റിൽ പോയാൽ ഈ ഡൈനാമിക് കോർണറിങ് പിന്നെ
ഈ ലൈറ്റ് സ്വിച്ച് ഓൺ ടൈം, പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റ് കൺട്രോൾ ഓൺ റെയിൻ, അങ്ങനെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാം ഫുൾ കൺട്രോൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ട്രാവൽ മോഡിൽ നോക്കിയാൽ നമുക്ക് ഈ ഹെഡ് ലൈറ്റ് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് ട്രാഫിക്, ലെഫ്റ്റ് ഹാൻഡ് ട്രാഫിക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ഹാൻഡ്, ഇപ്പോൾ ഞാനിപ്പോൾ റൈറ്റ് ഹാൻഡ് ട്രാഫിക് സെറ്റ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഹെഡ് ലൈറ്റും കോർണറിങ് കാര്യങ്ങളൊക്കെ അത് റൈറ്റ് ഹാൻഡ് ട്രാഫിക്കിനനുസരിച്ച് സെറ്റ് ചെയ്യും. and ഇത് IQ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിനെ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഡിം ബ്രൈറ്റ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് ഒക്കെ അത് നോക്കി ചെയ്യും. അപ്പോൾ അത് ബേസിക്കലി റൈറ്റ് ഹാൻഡ് ട്രാഫിക് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കൺട്രോൾസ് പോകും. ലെഫ്റ്റ് ഹാൻഡ് ആണ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈറ്റ് സെറ്റിംഗ്സിൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ്, അതായത് നമുക്കൊരു ആംബിയൻ ലൈറ്റിംഗ് സെറ്റിംഗ്സ്, അതൊരു 64 കളർ ലൈറ്റിംഗ് അങ്ങനെ. പിന്നെ അത് മാനുവൽ മോഡ്, ഓട്ടോമാറ്റിക് മോഡ് ഉണ്ട്. മാനുവൽ നമുക്ക് മാനുവലി കളർ സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് സ്പീഡിനനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്പീഡ് അല്ല മോഡിനനുസരിച്ചുള്ള കളർ. നമ്മൾ സ്പോർട്സ് മോഡിൽ ഓട്ടോമാറ്റിക് റെഡ് ആവും. അങ്ങനത്തെ കുറച്ച് നൈസ് ടു ഹാവ് ഫീച്ചേഴ്സ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയൊരു കാറാണല്ലോ. അതെ, കുറെ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ്, അതായത് ഈ വണ്ടിക്ക് അഡാസ് ഇല്ല, ബൈ ഡിഫോൾട്ട് അഡാസ് ഇല്ലാത്ത വണ്ടിയാണ്. പക്ഷേ റിവേഴ്സ് ഗിയറിൽ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഉണ്ട്. ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യും. ആ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ ഇത് 4 മോഷൻ, അതായത് വോൾസ്വാഗന്റെ 4 വീൽ ഡ്രൈവ് വരുന്ന ഒരു കാറാണ്. എങ്ങനെയുണ്ട്? അതായത് ഇതുവരെ ഓടിച്ചതൊക്കെ നോർമൽ 2 വീൽ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ 4 മോഷനിലേക്ക് വന്ന സമയത്ത് ഏതെങ്കിലും അങ്ങനെയുള്ള ഓഫ് റോഡ് ട്രാക്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ വണ്ടി? ഓഫ് റോഡ് ഞാൻ ബേസിക്കലി 4 മോഷനസ് നമ്മുടെ ഒരു ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ അട്ടപ്പാടിയിൽ ഒരു ദിവസം ഒരു വെക്കേഷന് പോയ സമയത്ത്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത്, അവിടെ കുറച്ചൊരു മഴക്കാലമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുന്നിൻ്റെ മേലെയുള്ള റോഡൊക്കെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഫുൾ ചളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പകുതി വരെ പോയി, ഫുൾ ടയറിലൊക്കെ ഫുൾ ചളി പിടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കലി ആ സമയത്ത് ഈ ഓഫ് റോഡ് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ആ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സ്കില്ല് വേണമല്ലോ. അതായത് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഒരു ഫുൾ ചളി ആണെങ്കിൽ നമുക്ക് എടുത്ത് പോകണമല്ലോ. അപ്പം അതിൽ കുറച്ച് വേറെ പോയി വണ്ടി കുടുങ്ങി, എന്നാലും നമുക്ക് വണ്ടി തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളെ വണ്ടി ബേസിക്കലി ഒരു ടയർ സ്ലിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് മറ്റേ ടയർ ആക്റ്റീവായി അതിൽ പിടിച്ച് പോകുമ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, 4 മോഷൻ എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. കാരണം നമുക്കിന്നൊരു എക്സാക്ട്ലി 4 വീൽ വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് എ 4 മോഷൻ വെഹിക്കിൾ. കാരണം നമുക്ക് ടയർ ആക്ച്വലി ഏതാണ് സ്ലിപ്പ് ആവുന്നതെന്ന് നോക്കി സെൻസ് ചെയ്ത് മറ്റേ റിമൈനിങ് ടയർസ് ആക്ടിവേറ്റ് ചെയ്ത് ട്രാക്ഷൻ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ആസ് സെഡ് നമുക്കൊരു കംപ്ലീറ്റ്ലി 4x4 വണ്ടിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആ 4 മോഷൻ ഇസ് വെരി യൂസ്ഫുൾ. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ വോൾസ്വാഗന്റെ വണ്ടി ആയതുകൊണ്ട് ലാലു ലെക്സ് പറഞ്ഞു പരത്തിയൊരു കാര്യമുണ്ട്. എന്തബദ്ധാ നിങ്ങളീ പറയണേ? മാരുതി ഉണ്ടായി ഒന്നും വേണ്ട, നമുക്ക് വോക്സ്വാഗൻ മതി. പിന്നെ സർവീസിന് കയറ്റുമ്പോ ബ്ലേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ സാരമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എടാ നീ ആ ഫോണിങ് ഷോറൂമിൽ കയറ്റി അവരങ്ങ് ബില്ല് എഴുതി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തോന്നുന്നത്? സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഫോക്സ്വാഗൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 11 വർഷമായി ഏകദേശം. എൻ്റെ ഒരു ആദ്യത്തെ വണ്ടി ഒരു 4 വർഷം ഞാൻ ഉപയോഗിച്ചു. പിന്നെ സെക്കൻഡ് GT ഇപ്പം എൻ്റെ അടുത്തുള്ള 5 വർഷമായി. ഈ വണ്ടി ഇപ്പോൾ 2 വർഷമായി. അപ്പം ഒരു 10-11 വർഷമായി ഞാൻ ഫോക്സ്വാഗൻ വണ്ടി ഉപയോഗിക്കുന്നു. അപ്പം എൻ്റെ ആദ്യത്തെ വണ്ടി വാങ്ങിച്ച സമയത്ത്, അതായത് ഫസ്റ്റ് പോളോ വാങ്ങിച്ച സമയത്ത് സർവീസ് കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം ആ സമയത്ത് ഫോക്സ്വാഗൻ ഇന്ത്യയിൽ എല്ലാ പാർട്സും മാനുഫാക്ചറിങ് ഇല്ല, കുറച്ച് സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ GT എടുത്ത സമയത്ത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്കൊന്ന് ഇന്ത്യയിൽ അവർ മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോൾ സർവീസ് കോസ്റ്റ് നല്ലോണം കുറച്ചു. GT ഒക്കെ വെച്ച് നോക്കുമ്പോൾ GT എനിക്ക് ഞാൻ ഇപ്പോൾ 5 കൊല്ലമായില്ലേ, എനിക്ക് പെർ ഇയർലി അല്ലെങ്കിൽ 15,000 കിലോമീറ്ററിലാണ് എൻ്റെ സർവീസ് കോസ്റ്റ് നോർമലി ഒരു 10,000 to 12,000 റേഞ്ചിലാണ് വരാറ്. അത് 15,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഒരു 10,000 to 12,000 ഇസ് ഓക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കാർ എടുത്തപ്പോൾ ഞാൻ സർവീസ് പാക്കേജ് എടുത്തായിരുന്നു. അപ്പോൾ സർവീസ് പാക്കേജ് ബേസിക്കലി 4 year സർവീസ് പാക്കേജ് ആണ്. ഇപ്പോൾ എനിക്കൊന്ന് 2 ടൈപ്പ് സർവീസ് പാക്കേജ് ഉണ്ട്. വൺ ഇസ് എ ബേസിക് സർവീസ് പാക്കേജ്, അത് 4 കൊല്ലത്തേക്ക് 75,000 ആണ് ഞാൻ ആ സർവീസ് പാക്കേജ് എടുത്തത്. അപ്പോൾ അതിൽ ബേസിക്കലി നമ്മുടെ നോർമൽ സർവീസിൽ, അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയാൽ ഒരു നോർമൽ സർവീസിൽ എന്തൊക്കെ കവേർഡ് ആണോ ആ സാധനങ്ങളൊക്കെ കവേർഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ ചേഞ്ച്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേറെ എൻ്റയർ പാർട്സ് ഒഴികെ ബാക്കി നോർമൽ സർവീസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കവേർഡ് ആയിരിക്കും. അപ്പം ഞാൻ ആ സർവീസ് എടുത്തുകൊണ്ട് എനിക്കിപ്പോൾ നോർമൽ സർവീസിന് ചാർജസ് ഒന്നും വരാറില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫോർ എക്സാമ്പിൾ വേറെ ടയർ വന്നാൽ അപ്പോൾ അതിൻ്റെ അഡീഷണൽ കോസ്റ്റ് വരും. ഞാനിപ്പോൾ എൻ്റെ ഈ സെക്കൻഡ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 4-5 ദിവസമേ ഉള്ളൂ കഴിഞ്ഞിട്ട്. സെക്കൻഡ് സർവീസ് വെച്ച് എനിക്ക് ടോട്ടൽ ബില്ല് വന്നത് ഒരു 6,000 റുപ്പീസാണ്. 6,000 റുപ്പീസ് ബില്ല് വരാൻ കാരണം ഒന്ന് ഒരു AC ഡിസിൻഫെക്ഷൻ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ അതൊരു അഡീഷണൽ വേണമെങ്കിൽ ചെയ്താൽ നല്ല കാര്യത്തിൽ AC ഡിസിൻഫെക്ഷൻ. പിന്നെ എനിക്കൊന്ന് ഒരു
ബ്രേക്ക് പാഡ് ചേഞ്ച് ഉണ്ടായിരുന്നു തോന്നുന്നു. സോ അങ്ങനെ 1-2 പാർട്സിന്റെ മാത്രം പിന്നെ എനിക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ചാർജ് വന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് 75,000 നോർമൽ സർവീസ് മാത്രമാണെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരില്ല. അപ്പം 4 ഇയേഴ്സിന്റെ സർവീസ് നമ്മൾ ഏകദേശം ഒരു 75,000 കാണണം മിനിമം കാണണം. അപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ OLX-ലൊക്കെ നോക്കിയ സമയത്ത് ടിഗ്വാൻ ഏകദേശം ഒരു 25,000 തൊട്ട് ഏകദേശം ഒരു 60,000 80,000 ഒക്കെ ഓടിയ വണ്ടികൾ കാണുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ പോകുന്ന ഒരാളോട് പറയാനുള്ള കാര്യം എന്താണ്? അത് ഓക്കെ. ഇപ്പോൾ നമ്മൾ ഫോക്സ് ടിഗ്വാൻ ബേസിക്കലി ഞാനൊരു ഭയങ്കര ഫോക്സ് വാൻ ഫാനാണ്. പക്ഷേ ടിഗ്വാൻ ആസ് എ വെഹിക്കിൾ മാർക്കറ്റിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമ്മൾ പോയാൽ ടിഗ്വാൻ എന്നുള്ള വെഹിക്കിൾ ആൾക്കാർ അത്രയും എന്താ പറയേണ്ടത്, ഒരു ഇന്നോവക്ക് കാണുന്നൊരു വില ഒരിക്കലും ടിഗ്വാനും കാണുന്നില്ല ആൾക്കാർ. ബേസിക്കലി ഞാൻ സെക്കൻഡ് ഹാൻഡ് ടിഗ്വാൻ എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇഫ് യു ലവ് കാർസ്, ലവ് ഡ്രൈവിംഗ്, അങ്ങനെ വേണമെങ്കിൽ മാത്രം പോയിട്ടുള്ള വണ്ടിയാണ്. കാരണം എന്താ പറയുക, നിങ്ങളുടെ സർവീസ് കോസ്റ്റ് ബേസിക്കലി ഒരു ഇയർലി 20,000 വെച്ച് സർവീസ് കോസ്റ്റ് എന്തായാലും ആവും 20,000. പക്ഷേ നിങ്ങളൊരു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പെഡൽ ഡൗൺ ചെയ്യുമ്പോൾ അഡ്രിനാലിൻ കിട്ടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോർണർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് കിട്ടുന്ന ആളാണെങ്കിൽ യു ലവ് ഡ്രൈവിംഗ്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു പേ. അപ്പാർട്ട് ഫ്രം ദ ത്രിൽ ആൻഡ് ദ ഡ്രൈവിംഗ് ഫീൽ, നമുക്ക് കാറിൻ്റെ ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ അതായത് ഇത്ര യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വെയർ ആൻഡ് ടയർ ലെവൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു നല്ലതാണോ അല്ല? ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ് കാർസ്, കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട് ടിഗ്വാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി യൂസ് ഫോർ 5 years. പുള്ളിക്ക് 5 years കഴിഞ്ഞിട്ടാണ് പുള്ളി വേറെ വണ്ടി വാങ്ങിച്ച് ടിഗ്വാൻ റീസെയിൽ ചെയ്തത്. ആ 5 yearsൽ പുള്ളിക്ക് കാര്യമായിട്ട് ചേഞ്ചും പാർട്സിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പോളോ ഞാനിപ്പം GT 5 വർഷമായി. ഈ 5 വർഷത്തിൽ എനിക്ക് പോളോയിൽ സസ്പെൻഷൻ മാത്രമേ ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇഷ്യൂ വെച്ചാൽ അത് ഒരു വേറെൻഡൻ പാർട്ടാണ്. കാരണം ഞാൻ ആ വണ്ടി ഏകദേശം, അത് മാത്രമല്ല നമ്മുടെ നാടിന്റെ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? ഇഷ്ടമുണ്ട്. കാരണം നമ്മളിപ്പം വണ്ടി ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഓടി 5 കൊല്ലം കൊണ്ട്. 60,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് എനിക്ക് ഞാൻ സസ്പെൻഷൻ മാറ്റിയെന്ന് ഐ തിങ്ക് ദാറ്റ് ഇസ് ഓക്കെ. കാരണം നമ്മുടെ റോഡ് കണ്ടീഷൻ വെച്ച് എന്തായാലും അത് ഏത് വണ്ടിക്കാലും വരും. അപ്പം അങ്ങനെ വേറെ ടയർ പെർസ്പെക്റ്റീവിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റിലായാലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് എല്ലാവരും പറഞ്ഞ കാരണം വെച്ചാൽ DSG ഗിയർ ബോക്സിന് ഇഷ്യൂ വരും, കംപ്ലൈൻസ് വരുന്നുള്ളത്. അപ്പം എനിക്കിതുവരെ അത് എൻകൗണ്ടർ ചെയ്തിട്ടില്ല DSG ഗിയർ ബോക്സ്. കാരണം എനിക്ക് തോന്നുന്നത് മേ ബി സം സ്പെസിഫിക് സീരീസ് ഓഫ് ബിൽഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അല്ലാതെ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കാർ ലവറിന്റെ അടുത്ത് അല്ലെങ്കിൽ കാർ എൻതൂസിയാസ്റ്റിന്റെ അടുക്കുന്ന ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള നല്ല വെൽ യൂസ്ഡ് ആയിട്ടുള്ള കാറുകൾ വാങ്ങുമ്പോൾ ഈവൻ DSG ഗിയർ ബോക്സിന് വരെ ഒന്നും പ്രശ്നങ്ങൾ വരില്ല. നമ്മൾ കാറിനെ എങ്ങനെ നോക്കുന്നതനുസരിച്ചിരിക്കും കാറ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പറയാം ഡോക്ടർ ഉപയോഗിച്ച വണ്ടി എന്ന് പറയില്ല, അതുപോലെയാണ്. അപ്പോൾ നമ്മൾ കാറിനെ എത്രത്തോളം സ്നേഹിക്കുന്നു. കാരണം ഇപ്പൊ നമ്മളിപ്പോൾ കാർ എടുത്ത് കുറെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി നമ്മൾ എന്താ പറയേണ്ടത്, ഫോർ എക്സാമ്പിൾ ട്യൂണിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മളിപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ പോയി ട്യൂണിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പോയാൽ ദെൻ ഫോർ ഷുവർ യുവർ ഗിയർ ബോക്സ് ആൻഡ് എന്താ പറയുക എഞ്ചിൻ വിൽ ഗെറ്റ് ഇമ്പാക്ട്. കാരണം നമ്മൾ അതിന്റെ പെർഫോമൻസ് അത്രയും കമ്പനി പറഞ്ഞ ലെവൽസ് നമ്മൾ മാറ്റി കുറച്ചും കൂടി ഹൈ പെർഫോമൻസിലേക്ക് കൊണ്ടുപോവാണ്. സോ അതിന് ദെൻ ഇറ്റ് ഇസ് പ്രോൺ ടു ഗെറ്റ് ഇഷ്യൂസ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുപോകണമെങ്കിൽ നേരാവണ്ണം യൂസ് ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഷുഡ് ബി എ പ്രോബ്ലം. പിന്നെ പ്രോപ്പർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എപ്പോഴും നമ്മൾ സർവീസ് കൃത്യമായിട്ട് നമ്മുടെ ഷോറൂമിൽ നിന്ന് ചെയ്യണം. 15,000 അല്ലെങ്കിൽ 1 year വിച്ച് ആർ കംസ് earlier എന്നുള്ള രീതിയിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത വണ്ടിയാണെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം. കാരണം അപ്പോൾ നമ്മളൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ഓക്കെ എൻ്റെ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞല്ലോ, എനിക്കിനി നോർമൽ സർവീസ് സെൻ്ററിൽ പോയി സർവീസ് ചെയ്യാം എന്ന് വെച്ച് നമ്മൾ നോർമൽ സെൻ്ററിൽ പോയി സർവീസ് ചെയ്താൽ ദെൻ അതിനുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ടിഗ്വാൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്തായിരിക്കും ഇനി? മേ ബി ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ 3 or 4 years നാളെ ടൊറാഗ് വരുമ്പോൾ വാങ്ങാൻ ആഗ്രഹമുണ്ടോ? എന്തായിരിക്കും നെക്സ്റ്റ് അപ്ഗ്രേഡ്? അതെ, ഞാൻ നെക്സ്റ്റ് അപ്ഗ്രേഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കാർസ് നമ്മൾ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. നമുക്ക് ഓക്കെ ആസ് എ വിഷ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓക്കെ ഫോക്സ്വാഗൻ ടൊറാങ് കൊണ്ടുവരുന്നതാണെങ്കിൽ വുഡ് ലവ് ടു അപ്ഗ്രേഡ് ടു ടൊറാങ്. അല്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരു X5 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടികളിലേക്കാണ് ഫോർ ഷുവർ മൈൻഡ്. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്പിൾ അതർ ഫാക്ടേഴ്സ്. പക്ഷേ ആസ് എ ലവർ ഓഫ് ഫോക്സ്വാഗൻ കാർസ് എപ്പോഴും ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ SUV ഓടിച്ചിട്ടായാലും പസാറ്റ് തിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വുഡ് ലവ് ടു ഗോ ഫോർ എ പസാറ്റ്.
എനിക്ക് എന്താ അത് വൈ എന്ന് ചോദിച്ചാൽ സെയിം 2 ലിറ്റർ എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ ഒക്ടാവിയുടെ സെയിം ഒക്ടാവിയ കിട്ടില്ല, സൂപ്പർ ബിൽ പോയാൽ നമുക്ക് ഫീൽ കിട്ടും. പക്ഷേ പസാറ്റ് പണ്ട് മുതലേ കണ്ട് ചെറിയ ഫോർ എക്സാമ്പിൾ നമുക്കത് പണ്ട് മുതലേ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ, നമുക്ക് ഒരു അൺലോക്ക് ലോക്ക്, അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഹൗ ഇറ്റ് ലുക്സ്, നമ്മുടെ ഇപ്പം എല്ലാ ഫോക്സ്വാഗൺ ഡിസൈൻ നോക്കിയാലും നമ്മുടെ ആ ഒരു ബോൾഡ് എന്താ പറയുക ലൈൻസ് ഉണ്ട്, അതായത് ഷാർപ്പ് എഡ്ജസ് ലൈൻസ്. അപ്പം ആ പസാറ്റിന്റെ ഡിസൈൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്കോഡ നോക്കിയാലും സ്കോഡ ഹാസ് എ ഡിഫറെൻറ്റ് ഡിസൈൻ ലാംഗ്വേജ്. അപ്പം പസാറ്റിന്റെ ഡിസൈൻ ലാംഗ്വേജിൽ അതൊരു യുണീക്കാണ്. അപ്പോൾ അതിനോടുള്ള ഒരു ഡിസൈനോടുള്ള ഇഷ്ടമാണ് പസാറ്റ്, ബിക്കോസ് എഞ്ചിൻ വെച്ച് ഓൾ ദ സെയിം. അപ്പോൾ പസാറ്റ് തിരിച്ചുകൊണ്ടതാണെങ്കിൽ എപ്പോഴും തിരിച്ചുകൊണ്ടാണെങ്കിൽ എനിക്ക് പസാറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫോർ ഷുവർ. ഇല്ലെങ്കിൽ ടൊറാങ് കൊണ്ടുവന്ന ടൊറാങ് ഐ തിങ്ക് 2024 ന്യൂ ടിഗ്വാൻ വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾസോ സംതിങ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ താങ്ക് യു ഏട്ടാ, ഇന്ന് ഏട്ടൻ വന്നിട്ട് നമുക്ക് സമയം മാത്രമല്ല കുറേ ഇൻഫർമേഷൻസ് തന്നു, അറിയാത്ത കുറേ നമ്മൾ ആരും ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാത്ത. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ടിഗ്വാൻസിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. വെറുതെ കാർ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ വാങ്ങുന്ന ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് യുവർ ടൈം ആൻഡ് ഇൻഫർമേഷൻ. യെസ്. അപ്പോൾ ഇത് തീരുന്നില്ല, ഏട്ടൻ്റെ വേറൊരു വണ്ടിയുണ്ട് GT. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഏട്ടൻ വീണ്ടും നമ്മളിവിടെ ഉണ്ടാവും. താങ്ക് യു ഏട്ടാ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഏട്ടാ.